ചില വാപ്പമാര് കൈ പൊക്കണില്ല, വാപ്പായ്ക്ക് ബർക്കത്ത് എന്താന്ന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. വാപ്പ ആ സാധനം ഇല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാം ഉണ്ട്, ബർക്കത്തില്ലെങ്കിൽ ജീവിതം പോയി. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ബർക്കത്ത് വേണോ? വേണോ? ഉറക്കപ്പറ വേണോ? വേണം. 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 4 കാര്യം നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നൽകുമാറാകട്ടെ. ഞാനൊരു 4 കാര്യം പറയാം. വീട്ടിൽ ഉണ്ടോന്ന് നോക്കിയാൽ മതി. നോക്കോ? പേടിച്ചൊന്നും വെക്കണ്ട. നോക്കോ? ഉറക്കപ്പറ. നോക്കോ? നോക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബർക. 4 കാര്യങ്ങൾ ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എനിക്ക് ബിദിന ബിസ്ക്കറ്റ് എത്തി. ഇൻഷാ അല്ലാഹ് നേരെ ഇരിങ്ങട്ട് നോക്ക്. നേരെ ഇരിക്ക്, നേരെ ഇരിക്ക്. ചക്കാപ്പിയൊക്കെ വന്നല്ലോ, ഉഷാറായില്ല. ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ വളർത്തിയ? നിങ്ങളുടെ ആരുടെങ്കിലും വീട്ടിൽ ഉണ്ടോ? ഒന്നും തോന്നില്ല, കുഴപ്പമില്ല, നിങ്ങൾ ബേജാറാവണ്ട. ഇൻഷാ അല്ലാഹ് എന്തോ ഒരു ഷർറുണ്ടായിരുന്നു, അതങ്ങ് പോയി കിട്ടി. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ആരുടെ ഇരിയുടെ അനിയന്മാരെ വരെ കത്തുമ്പോ വാഴ വെട്ടണോടാ. ഇങ്ങോട്ട് നോക്ക്. ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. വീട്ടിൽ ടി വി ഉണ്ടോ? വീട്ടിൽ ടി വി ഉണ്ടോ? കൈപൊക്കണ്ടട്ടാ. വീട്ടിൽ ടി വി ഇല്ലേ? ആരുടെ വീട്ടിലാണോ ആടിനെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി. എന്തിനാ വളർത്തിയ? ഉണ്ടോ? പിന്നെ കോഴിക്ക് കാഷ്ടിക്കാനല്ലേ ഞാൻ ലക്ഷങ്ങൾ കൊടുത്ത് കെട്ടിയിട്ടിരിക്കണേ അല്ലേ? തിന്നാൻ കുഴപ്പമില്ല. കോഴിയെ വീട്ടിൽ വളർത്തണം. ഇനി ഉസ്താദെ പെടക്കോഴിയാണോ പൂവൻ കോഴിയാണോ എന്ന് എന്നോട് ചോദിച്ചേക്കല്ലേട്ടാ, എനിക്കതറിയില്ല. അങ്ങനെ ചോദിച്ചാൽ ഞാൻ കുടുങ്ങിപ്പോകും. വീട്ടിൽ കോഴിയെ വളർത്തണം. കോഴിയുടെ സ്വഭാവം ഇല്ലാതിരുന്നാൽ മതി. കോഴിയെ വളർത്തണം. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കോഴി ബർക്കത്തുള്ള ജീവിയാ, വീട്ടിൽ വളർത്തണം. കോഴി ഏത് വീട്ടിൽ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 പെണ്ണുങ്ങൾ ഇപ്പൊ എന്നെ ചൂലെടുത്തടിക്കും. ഇപ്പൊ എന്റെ ഇറച്ചി തിന്നാൻ തുടങ്ങും. 3 ഏത് വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത്? ഉറക്കെ പറ. എന്ത് ഉണ്ടോ? ആരുടെയെങ്കിലും കല്ലോ? എന്താന്നാ മക്കളെ ചോദിക്കണം വാപ്പാടുത്ത സാധനം? എന്താന്നാ വാപ്പാട് ചോദിക്കണം? അങ്ങനെ ഒരു സാധനം ഇന്നുവരെ ഇല്ല. ഏത് വീട്ടിലെ പറമ്പി പോലും കാണൂലല്ലോ. ഈ ഹദീസ് പഠിപ്പിക്കുന്ന കാര്യം എന്തെന്നറിയോ? ഈ ഹദീസ് പഠിപ്പിക്കുന്നത് നീ വന്ന വഴി ഒരു കാലത്തും മറക്കരുതെന്നാണ് ഇത് പഠിപ്പിക്കണേ. ആട്ടുകല്ലെന്ന് പറയുന്ന ഒരു ഗ്രൈൻഡറിന്റെ ജോലി ചെയ്യണത് ഇന്നിപ്പോ മിക്സി ആയത് വീട്ടില്. പെണ്ണുങ്ങൾ പറയും ഇങ്ങാർക്ക് ഇങ്ങനൊക്കെ പറഞ്ഞാൽ മതി, ആട്ടുന്നതിന്റെ ബുദ്ധിമുട്ട്. അവക്ക് തിന്നുന്നതും ബുദ്ധിമുട്ടാ, വേറെന്തരണ്ട, എല്ലാം ബുദ്ധിമുട്ടാ പെണ്ണുങ്ങൾക്ക്. ഇൻഷാ അല്ലാഹ് ആട്ടുകല്ല് ഏത് ഭവനത്തിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4 മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു കറിച്ചട്ടി ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നൽകുമാറാകട്ടെ. ഉണ്ടോ? ഭാര്യ ചോറ് വെക്കണത് കരണ്ടില്ല. ഭാര്യ ചോറ് വെക്കുന്നത് കരണ്ടി. ഇപ്പൊ ഗ്യാസ് പോലും വേണ്ട, കരണ്ട് മതി വീട്ടിൽ. കറിച്ചട്ടിയല്ല ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കറിച്ചട്ടി വീട്ടിലുണ്ടെങ്കിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നൽകുമാറാകട്ടെ. അപ്പൊ രാവിലെ കരുനാഗപ്പള്ളി ചന്തയാണോ ഇവിടെ കായംകുളം ചന്ത നല്ലതില്ലേ? കായംകുളം ചന്തയിൽ ചെല്ലണം. ഒരാടിനെ വാങ്ങണം. 2-3 കോഴിക്കുഞ്ഞിനെ വാങ്ങണം.
ഒരാട്ടുകല്ല്, ഒരു 4-5 ചട്ടി വീട്ടിൽ കൊണ്ടുവെക്കോ, നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ രാവിലെ പോവല്ലേ? രാവിലെ പോവല്ലേ? നീ വേണമെങ്കിൽ പോയി, എനിക്കിവിടെ എന്ത്? നിങ്ങൾക്ക് ബർക്കത്തുണ്ടായ അത് അവനവന്റെ കാര്യം. അള്ളാഹു ബർക്കത്തിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാനെ പേടിക്ക്, അള്ളാനെ പേടിച്ച് ജീവിക്ക്. അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഭർത്താവിനും ഭാര്യയ്ക്കുവേ നല്ല മക്കളുണ്ടാകത്തുള്ളൂ. കള്ളു കുടിക്കനും പെണ്ണു പിടിക്കനൊന്നും നല്ല മക്കളുണ്ടാവില്ല. നല്ല പെണ്ണുങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. നല്ല കൃഷിയിടത്തിലെ നല്ല വിളവ് കിട്ടത്തുള്ളെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഉമ്മാന്റെ വയറ്റിലെ നല്ല മക്കൾ പിറക്കത്തുള്ളൂ. നല്ല ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ജനിച്ച മക്കൾ ഒളിച്ചോടൂല. നല്ല മക്കൾ ഒളിച്ചോടുവോ? നല്ല നന്ദയ്ക്കും തള്ളയ്ക്കും പറഞ്ഞ മക്കള് പോവില്ല. പോടാതിന്റെ പണി നോക്കി എന്ന് പറയും. ഏതെങ്കിലും ഒരുത്തം വന്ന് വിളിച്ചാൽ പറയും, നീ നിന്റെ പണി നോക്കിപ്പോടാ. നല്ല മക്കൾ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല വാപ്പയ്ക്കും നല്ല ഉമ്മയ്ക്കുമേ നല്ല മക്കള് പിറക്കാറുള്ളൂ. ഒരു നല്ല ഉമ്മയ്ക്ക് പിറന്ന ഒരു മകനെ പറഞ്ഞു തരാ, ഒരു നല്ല വാപ്പയ്ക്ക് പിറന്ന ഒരു മകനെ പറഞ്ഞു തരാ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, പണച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുന്ന ചെറുപ്പക്കാരനാ. അല്ലാഹുവേ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട് വിട്ടിറങ്ങുകയാണ്. ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം തരുവോ? വിശപ്പടക്കാൻ ആരെങ്കിലും അല്പം ഭക്ഷണം തരുവോ? സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തിരങ്ങി നടക്കുകയാണ്. അവസാനം നടക്കാൻ കഴിയാതെ ഒഴുകുന്ന ഒരു പുഴയുടെ ചാരത്ത് വന്നിട്ട് തളർന്നു വീഴുകയാ. സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് വിശന്ന് തളർന്നു വീഴുകയാണ്. പുഴയുടെ ചാരത്താണ് കിടക്കുന്നത്. റബ്ബേ, നോക്കുമ്പോ വെള്ളത്തിലൂടെ ഒരു ആപ്പിൾ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഏതോ തോട്ടത്തിൽ നിന്ന് ആപ്പിൾ വെള്ളത്തിൽ വീഴോ, വെള്ളത്തിലൂടെ ഒഴുകി വരികയാ. പട്ടിണി കാരണം തളർന്നു കിടക്കുന്ന സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാര് വെള്ളത്തിലൂടെ ഒഴുകി വരുന്ന ആപ്പിൾ കണ്ടപ്പോ എടുത്തങ്ങ് കഴിക്കുകയാ. അതാ ആർത്തിയോട് ആപ്പിൾ എടുത്ത് കഴിക്കുകയാണ്. തന്റെ ആമാശയത്തിലേക്ക് പകുതി ആപ്പിളങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോഴാണ് ചിന്തിക്കുന്നത്, അല്ലാഹ് ഖസറ ദുനിയാ വല്ലാഖിറ. എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ല റബ്ബേ, ഹറാമ തിന്നു പോയല്ല അല്ലാഹ്, നരകത്തിന്റെ അവകാശിയായി പോയല്ല അല്ലാഹ്. പടച്ചവനെ, ഹറാമ് തിന്നുപോയല്ലോ. പൊട്ടിക്കരയുകയാണ്. തലയിലൂടെ മണ്ണ് വാരിയിട്ടിട്ട് പൊട്ടിക്കരയുകയാ. പടച്ചവനെ, എന്നിട്ട് പകുതി ആപ്പിള് കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടുകയാണ്. പുഴയ്ക്കെതിരായി ഓടുകയാണ്. എവിടെ നിന്നാണ് വീണത്? ഈ ആപ്പിൾ ഏത് തോട്ടത്തിൽ നിന്നാണ് വീണത്? സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടക്കുകയാണ്. അവസാനം കിലോമീറ്ററുകളോളം നടന്നു. ഒരു തോട്ടം കണ്ടുപിടിക്കുകയാണ്. ഏത് തോട്ടത്തിൽ നിന്നാണ് ആപ്പിൾ വീണത് കണ്ടുപിടിക്കുകയാണ്. അകത്തേക്ക് കടന്നു ചെന്നു ഒരു മനുഷ്യനെ കാണുകയാണ്. സാബിത്ത് ഇബ്നു ഇബ്രാഹിം കരഞ്ഞുകൊണ്ട് പറയുന്നു, മനുഷ്യ, എനിക്കൊന്ന് പൊരുത്തം തരുവോ? അറിയാതെ തിന്നുപോയതാണ്. പടച്ചവനെ, ആ മനുഷ്യൻ പറഞ്ഞു, സാബിത്തേ, പൊരുത്തം തരാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാൻ ഇവിടത്തെ ജോലിക്കാരനാണ്. യജമാനന്റെ വീടങ്ങ് വിദൂരത്താണ്. 3 ദിവസം രാവും പകലും സഞ്ചരിച്ചാല് എന്റെ മുതലാളിയുടെ വീട്ടിലെത്താൻ കഴിയൂ എന്ന് ആ മനുഷ്യൻ പറയുമ്പോ സാബിത്ത് ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, 3 അല്ല 300 കൊല്ലം നടക്കേണ്ടി വന്നാലും നടക്കാനാ തയ്യാറാ. കാരണം പരലോകത്ത് കിടന്ന് തെണ്ടാൻ വയ്യ, അവിടെ കിടന്ന് ഓടാൻ വയ്യ, നരകത്തിൽ പോയി വീഴാൻ വയ്യ. പടച്ചവരെ, ദിവസങ്ങളോളം സഞ്ചരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയുമോ? വിശന്ന് തളർന്ന് കിടന്നപ്പോ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ കടിച്ചതിന്റെ പൊരുത്തം ചോദിക്കാറ് കിലോമീറ്ററുകളോളം നടന്നു ചെന്നു.
അവസാനമാ തോട്ടത്തിന്റെ മുതലാളിയെ കണ്ടുമുട്ടി. ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കൊന്ന് പൊരുത്തം തരുമോ? അറിയാതെ തിന്നുപോയതാണ്. ആ മനുഷ്യൻ അത്ഭുതപ്പെടുന്നു, ആരാ അല്ലാഹ്, ഈ ചെറുപ്പക്കാരനാരാണ് റബ്ബേ? ഒരു ഭക്ഷണം കടിച്ചതിന്റെ പൊരുത്തം ചോദിക്കാറ്, ഒരു ആപ്പിളിന്റെ പകുതി പൊരുത്തം ചോദിക്കാറ്. ഇവിടെ വരെ വരണമെങ്കിൽ ഇവന് സാധാരണ ഒരു മനുഷ്യനല്ല, ഒരു സാധാരണ വ്യക്തിയല്ല. അവിടെ നിന്ന് പറയുകയാ, സാബിത്തേ, ഞാൻ പൊരുത്തപ്പെട്ട് തരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്തിനും ഞാൻ തയ്യാറാണ്. എനിക്കൊരു പൊന്നുമോളുണ്ട്, അവളെ നീ വിവാഹം കഴിക്കണം. അവൾക്ക് കണ്ണ് കാണൂല, അവൾക്ക് ചെവി കേൾക്കൂല, അവൾക്ക് നടക്കാ കാലിന് സ്വാധീനമില്ല. സാബിത്ത് പറഞ്ഞു, എനിക്ക് കാണണ്ട, പെണ്ണിനെ എനിക്ക് കാണണ്ട, വിവാഹം കഴിക്കാൻ സമ്മതമാണ്. എന്റെ പ്രിയമുള്ളവരെ, കല്യാണം കഴിഞ്ഞു. സാബിത്ത് ബിൻ ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ കാണാനടകുള്ള സുന്ദരിയായ ഒരു പെണ്ണൊരുങ്ങിയിരിക്കുകയാണ്. സാബിത്ത് ചോദിച്ചു, എന്റെ ഭാര്യ എവിടെ? കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത, കാലിന് സ്വാധീനമില്ലാത്ത, സൗന്ദര്യമില്ലാത്ത എന്റെ ഭാര്യ എവിടെ എന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുന്നു, സാബിത്ത്, ഞാനാണ് നിന്റെ ഭാര്യ. എന്റെ കണ്ണിന് കാഴ്ചയുണ്ട്, എന്റെ ചെവിക്ക് കേൾവിയുണ്ട്, എന്റെ കാലിന് സ്വാധീനമുണ്ട്. പിന്നെ എന്റെ ബാപ്പ പറയാനുള്ള കാരണം എന്തെന്നറിയോ? ഓർമ്മ വെച്ച കാലം മുതല് ഇന്ന് വരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല സാബിത്ത്, ചെവി കൊണ്ട് ഹറാമ് കേട്ടിട്ടില്ല സാബിത്ത്, ഹറാമിലേക്ക് എന്റെ കാലുകൊണ്ട് നടന്നിട്ടില്ല സാബിത്ത്. പിന്നീട് അവള് സിനിമ കാണാത്തവളാ, സീരിയൽ കാണാത്തവളാ, അന്യപുരുഷനെ കണ്ട് ആസ്വദിക്കാത്തവളാ, രക്തചിത്രങ്ങളെ പകർത്താത്തവളാ. അവള് പാതിരാത്രി മുഴുവനും കാമുകനോട് മണികളുടെ രഹസ്യം പങ്കുവെച്ചവളല്ല, സെക്സ് സംസാരിച്ചവളല്ല, കാമുകന്റെ കൂടെ കറങ്ങാനും സിനിമയ്ക്കും ബീച്ചിലും പോയവളല്ല. അവൾ അല്ലാതെ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു പെണ്ണായിരുന്നു. ഈ ഭാര്യയും ഭർത്താവും ജീവിതം തുടങ്ങി, ഈ ഭാര്യയും ഭർത്താവും ജീവിതം തുടങ്ങി. രണ്ടുപേരും അല്ലാഹനെ പേടിച്ചവരാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകൻ ജനിച്ചു, ഇവർക്ക് രണ്ടുപേർക്കും ഒരു മകൻ ജനിച്ചു. ആ മകന്റെ പേരെന്തെന്നറിയോ? മഹാനായ ഇമാമുന അബൂ ഹനീഫ, മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ്. ഈ വാപ്പയുടെയും മകന്റെയും, ഈ ഉപ്പയുടെയും ഉമ്മയുടെയും മകനായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അള്ളാന്റെ ഖുർആനാ പറഞ്ഞത്, നല്ല വാപ്പയ്ക്കും ഉമ്മയ്ക്കും നല്ല മക്കള് ജനിക്കൂ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുക ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാനെ പേടിക്ക് പൊന്നുമോള്. നിനക്ക് പടച്ചറപ്പിനെ പേടിയില്ലേ? പടച്ചവരെ, പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ. ആ റജബ് മാസം കടന്നു വന്നു, റമളാനിനെ സ്വീകരിക്കാൻ. ആ മാസം കടന്നു വന്നിട്ട് ദുആ ചെയ്യുന്നത് കേട്ടിട്ട് പോലും നന്നാകാ മനസ്സില്ലാതെ ഇപ്പോഴും ടിവിയുടെ ഫ്രണ്ടിലെ പെറ്റ് കിടക്കുന്ന പെണ്ണ്, സീരിയൽ നടിമാരുടെ അഭിനയം കണ്ടിട്ട് കരയുന്ന പെങ്ങള്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹനെ പേടിച്ചു ജീവിച്ചോ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കുക ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അല്ലാഹനെ പേടിയുള്ള ഭാര്യയും ഭർത്താവും നാളെ സ്വർഗത്തിലും ഒരുമിച്ചാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വേണ്ട രണ്ടാമത്തെ കാര്യം അല്ലാഹനെ പേടി രണ്ടുപേർക്കും ഉണ്ടാകണം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം അല്ലാഹുവിനെ ഭയന്ന് ജീവിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിർത്തുകയാണ്. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗത്തിൽ
സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന ഭാര്യയും മക്കളിലും ഭാര്യയും ഭർത്താവിലും എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, എൻ്റെ പ്രിയപ്പെട്ട മക്കളൊക്കെ പരീക്ഷ എഴുതുകയാണ്, മക്കളൊക്കെ നല്ല നിലയിൽ പരീക്ഷ എഴുതുന്നു. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയായി പരിപാടി വെച്ചിരിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം ഇവരെ സഹായിച്ചോ അവർക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഇരു ലോകവും അള്ളാഹു വിജയത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, അതുകൊണ്ട് നിർത്തുകയാ. ഇത്രയും നേരം ഇവിടെ ഇരുന്നതല്ലേ, ഇത്രയും നേരം ഇവിടെ ഇരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാതെ ഇവിടെ നിന്ന് പോയാൽ ഒരു സമാധാനം കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും നേരം നമ്മൾ ഭാര്യയും ഭർത്താവിനെ കുറിച്ച് പറഞ്ഞു. മക്കൾ കാരണം കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. മക്കൾ കാരണം കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ മക്കളുടെ ജീവിതം വല്ലാത്ത ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാ അല്ലാഹ് പിരിയല്ലേ എന്താ ഒരു വിഷമം? പിരിയല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത കൊല്ലം ഇവർ വിളിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് കാണാം, ഒരുമിക്കാം. കാരണം വഅദ് കേൾക്കാൻ എല്ലാവർക്കും വലിയ കാര്യമാണ്. എത്ര നേരം വേണമെങ്കിലും ഞാനും പറയും, നിങ്ങളും കേൾക്കും, എല്ലാവരും കേൾക്കും. 1 മണിയല്ല 2 മണിയല്ല, എത്ര നേരം പറഞ്ഞാലും കേൾക്കും. പക്ഷെ വഅദ് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി കിടക്കും, ഞാനും യാത്ര ചെയ്തിട്ട് പോയി കിടക്കും, നിങ്ങളൊക്കെ സുബഹി നിസ്കരിക്കും, ഞാൻ വെറുതെ കിടന്നുറങ്ങിപ്പോകും. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? വഅദ് കേട്ടിട്ട് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയ പിന്നെ ഈ വഅദ് കൊണ്ട് എന്ത് പ്രയോജനം? ഒരുപാട് കേൾക്കുന്നതിലല്ല കാര്യം, കേൾക്കുന്ന കാര്യം ജീവിതത്തിൽ അനുസരിക്കുമ്പോഴാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഭാര്യയും ഭർത്താവെന്ന് പറഞ്ഞാൽ ആരായിരിക്കണം എന്നറിയോ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഞാനും നിങ്ങളും എപ്പോഴും ദുആ ചെയ്യും. എന്തേ ദുആ ചെയ്യണേ? എപ്പോഴേ ദുആ ചെയ്യണേ? അല്ലാഹുമ്മ റബ്ബന ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ് അതും കൂടെ പറഞ്ഞു പിരിയാം. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം, എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ നിനക്ക് നല്ല ഭാര്യയെത്താ, നല്ല മക്കളെത്താ. ഖുർആൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ലിൽ മുത്തഖീന ഇമാമ. പാപ്പയും ഉമ്മയും കേട്ടോ, ലിൽ മുത്തഖീന ഇമാമ. നീ നിന്റെ മക്കൾക്കും ഭാര്യയ്ക്കും ഒരു ഇമാമായിട്ട് മാറണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മാതാപിതാക്കളുടെ കടമകളിൽ പെട്ടതാണെന്ത്? നിങ്ങൾ മാതൃകയാകണം, മാതൃകാ പുരുഷന്മാരാകണം. വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കൾക്ക് മാതൃകയാകുന്ന ഒരു മാതാപിതാക്കളാകണം. നിങ്ങൾ ആദ്യം നന്നാവ്. അതാ പറഞ്ഞേ, ആദ്യം നീയൊന്ന് നന്നാവ്. ഭാര്യ നന്നാകണം, ഭർത്താവ് നന്നാകണം. ഖുർറത അയ്യുൻ, കണ്ണിന് കുളിർമയാകണം എന്ന് പറഞ്ഞ എന്താ? കണ്ണിന് കുളിർമ എന്ന് പറഞ്ഞ എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കൾക്ക് മക്കളെ ഉപദേശിക്കാൻ വലിയ കാര്യമാണ്. എല്ലാവരും ഭയങ്കര ഉപദേശം, എല്ലാവരും വലിയ ഉപദേശമാണ്. വാപ്പ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കും, വൈകുന്നേരം സമയത്ത് കട്ടൻ പീടിയും വലിച്ചിട്ട് വീടിന്റെ മുന്നിൽ ഇങ്ങനെ കാലി നീട്ടിയിരിക്കും. ബാങ്ക് വിളിക്കുമ്പോ വാപ്പ മക്കളോട് പറയുന്നുണ്ട്, പള്ളി പോടാ, നിസ്കരിക്കാൻ പോടാ, വരട്ടുവാ, പോടാന്ന്. സത്യത്തിൽ ആരാ മുന്നിൽ പോണ്ടത്? വാപ്പയല്ലേ. ഇദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല, വാപ്പ മുന്നിൽ പോകണം, മക്കളെ കൂടെ കൊണ്ടുപോകണം, അതാ മര്യാദ. എന്ന വാപ്പ വീട്ടിൽ ഇരുന്നിട്ട് പറയും, നീ പോടാ. മഗ്രിബിന്റെ സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ ഉമ്മ ടിവിയുടെ ഫ്രണ്ടിലാ, മക്കളോട് പറയും, ബാങ്ക് വിളിച്ചു, ഖുർആൻ ഓത്, സലാത്ത് പറ, നിസ്കരിക്കും, ഞാൻ ഇവിടെ പെറ്റിയടക്ക. എന്ത് ന്യായവാ മനുഷ്യന്മാരെ? ഇതെന്ത് ന്യായം? നിങ്ങളല്ലേ ആദ്യം നന്നാകേണ്ടത്. നിങ്ങൾ നന്നായി, നിങ്ങളുടെ മക്കള് നന്നാകും. നീ ആദ്യം നന്നാക്. നിന്റെ ജീവിതം കണ്ടിട്ട് നിന്റെ മക്കള് നന്നാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ കാര്യമാണ്, മക്കളെ ഉപദേശിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഉമ്മ കുട്ടിയെയും കൊണ്ടുവന്നു, ഒരു മകനെ കൊണ്ടുവന്നു. നബിയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് പറഞ്ഞു, നബിയെ, മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു. ആര് പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല. നിങ്ങളൊന്ന് പറ നബിയെ, എൻ്റെ മോൻ അനുസരിക്കും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, ഉമ്മ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. കുറെ ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു വിട്ടു. ഉമ്മ തന്റെ മകനെയും കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. നബിയുടെ മുന്നിൽ തന്റെ മകനെയും കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അള്ളാന്റെ റസൂൽ ആ പൊന്നുമോനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മധുരം അധികമായിട്ട് കഴിക്കരുത്, ശരീരത്തിന് നല്ലതല്ല. ഉമ്മ ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്?
ഉമ്മ ചോദിച്ച നബിയോട് ചോദ്യാ, അന്നേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ നബി, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉമ്മ മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാ നബി, നീ എന്നെങ്കിലും ഒന്ന് പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്ക, നീ എന്നെങ്കിലും ഒന്ന് പള്ളിയിൽ പോയി കാണിച്ചു കൊടുക്ക്. വാടാന്ന് നീ വിളിക്കണ്ട. നിന്റെ മക്കള് നിന്നോട് പറയും, വാപ്പ എന്നെ കൂടെ പള്ളി കൊണ്ടുപോകും. ഉമ്മ നിസ്കരിക്കുന്നതും ഖുർആൻ ഓതുന്നതും കണ്ടു വളരുന്ന മക്കൾ അവര് നിന്നെക്കാളും മുമ്പേ സുജൂദി കാണും. നീ പേടിക്കണ്ട. അതെങ്ങനാ? ഉമ്മ ടിവിയുടെ വെണ്ടിയിൽ നിന്ന് മാറിയാലല്ലേ? അല്ലാഹു ആലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. കണ്ണിന് കുളിർമയെന്ന് പറഞ്ഞ രാവിലെ ഭർത്താവ് വൈകുന്നേരം സമയം നിസ്കാരമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ചേറി ചെല്ലുമ്പോൾ, സാധാരണ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഭാര്യയും മക്കളും ടിവിയുടെ ഫ്രണ്ടില്ല. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ഭർത്താവ് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യയും മക്കളും കൂടെ നിസ്കാരം പായിലിരിക്കുന്നത് കണ്ട, അതാ കണ്ണിന് കുളിർമ. അത് കണ്ണിന് കുളിർമ. രാത്രി 2 മണിയായി, ഭർത്താവിനെ കാണുന്നില്ല. ഭാര്യ തപ്പി നോക്കുക. ഫോൺ വിളിക്കാനൊന്നും പോയതല്ല, പടച്ചവനെ തപ്പി നോക്കുമ്പോ കാണുന്നില്ല. ചാടി എഴുന്നേറ്റ് നോക്കുമ്പോ തന്റെ ഭർത്താവ് നിസ്കാരപ്പായിലിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുന്നു. അതാ കണ്ണിന് കുളിർമ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ റബിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതാ. എന്റെ ചെറുപ്പക്കാരെ, പെണ്ണ് കാണണം, പെണ്ണ് കെട്ടണമെന്ന ചിന്തയോടെ നടക്കുന്ന ചെറുപ്പക്കാര, റബിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതി. ഏതായത്ത്? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹത്തും വലഹും മാ യാസീന ഓതനെ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ചില ഭാര്യയും ഭർത്താവും സ്വർഗ്ഗത്തിലും ഒരുമിച്ച. ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നത് കേട്ടപ്പോ വിവാഹം കഴിച്ചിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്കിവിടെ വെച്ച് കാണണം. അള്ളാഹുവിനോട് ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്തു, എന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ ആരാണെന്ന് എനിക്ക് നീ കാണിച്ചു തരണം. വിവാഹം കഴിച്ചിട്ടില്ല. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവസാനം ഉറങ്ങിക്കിടന്നപ്പോ റബ്ബ് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. ആരെ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. മൈമൂന എന്ന് പറയുന്ന പെണ്ണാണ് നിന്റെ സ്വർഗ്ഗത്തിലെ ഭാര്യ. അവിടുന്ന് കാണിച്ചു കൊടുത്തു. ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. സിനിമാ കഥയല്ല, സീരിയൽ കഥയല്ല. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. സീരിയൽ കണ്ടിട്ട് കരയുന്ന ഉമ്മ, അവരാണ് ഏറ്റവും വലിയ നായികമാരെന്ന് കരുതിയിട്ട് എന്റെ ഉമ്മമാരെന്ന് മഗ്രിബ് കഴിഞ്ഞാലിരുന്ന് കരച്ചലാട്. നരകത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, ഖബറിനെ കുറിച്ച് ഓർത്തിട്ടല്ല, മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, ജന്മം കൊടുത്ത ഉമ്മാനെ കുറിച്ചോ വാപ്പാനെ കുറിച്ചോ ഓർത്തിട്ടല്ല. ചന്ദനമടയിലെ പരസ്പരത്തിലെ ദീപ്തിമോട് കരയുമ്പോ കൂടെ ഇരുന്ന് കരയുന്ന ഉമ്മ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതാ തന്റെ സ്വർഗ്ഗത്തിലെ മണമാട്ടിയെ തേടിയിട്ട് നടക്കുകയാണ്. ലോകമറിയുന്ന പണ്ഡിതരാ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുമ്പോ നാട്ടുകാർ മുഴുവനും കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. അവിടെന്ന് ചോദിച്ചു, എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, ജനങ്ങള്, മൈമൂന എന്ന് പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ കാണാൻ വന്നതാണ്. പടച്ചവരെ, ജനങ്ങളെ തെരഞ്ഞു നടക്കുകയാ. ഈ മനുഷ്യൻ അന്വേഷിക്കുന്ന മൈമൂനയാരാ? ജനങ്ങൾ മുഴുവനും തെരഞ്ഞു നടന്നു. അവസാന വൈകുന്നേര സമയമായപ്പോ വന്ന് പറഞ്ഞു, തങ്ങള്, മൈമൂന എന്ന് പറയുന്ന 3 പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട്. അവര് 3 പേരും വൃത്തികെട്ടവരാണ്. അവർ അല്ലാഹുവിനെ പേടിയില്ലാത്തവരാണ്. നിങ്ങൾ അന്വേഷിക്കുന്നവരവരല്ല. റബിയ പറഞ്ഞു, ഇല്ല, മൈമൂന എന്ന പേരുള്ള ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ കാണാതെ ഞാൻ പോകില്ല. ആ സമയത്തൊരു മനുഷ്യൻ പറയുന്നു, തങ്ങള്, മൈമൂന എന്ന് പറയുന്ന ഒരു ഭ്രാന്തിയുണ്ട് തങ്ങള്, അവൾക്ക് ഭ്രാന്താ തങ്ങള്. അവള് ഞങ്ങളുടെ ഉറക്കം കിടത്തുന്നവളാണ്. പാതിരാത്രി വീടിന്റെ മുന്നിൽ വന്ന് പാട്ട് പാടുന്നവളാ. റബിയ ചോദിച്ചു, ആരാ? ഞാൻ അന്വേഷിക്കുന്ന മൈമൂന അവളാ. എവിടെയെന്ന് ചോദിക്കുമ്പോ പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ്. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ പെണ്ണിനെ കാണാ. പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മൈമൂന നമസ്കാരത്തിലാ. പടച്ചവരേ,
നമസ്കാരം കഴിഞ്ഞു. അവിടെ നിന്ന് പറയുന്നു അസ്സലാമു അലൈക യാ മൈമൂന. മൈമൂന പറയുന്നു വഅലൈക്കുമുസ്സലാം റബിയ. റബിയ അത്ഭുതപ്പെടുകയാണ്. ആരാ പടച്ചവര് ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്നെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എന്റെ പേര് മനസ്സിലായത്? എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു റബിയ. എന്നെ കാണാമെന്നതല്ലേ, എന്നെ പെണ്ണ് കാണാമെന്നതല്ലേ, എനിക്കൊരാഗ്രഹമുണ്ട് റബിയ, ഒന്ന് സാധിച്ചു തരുമോ റബിയ? റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മൈമൂന എന്ന പെണ്ണ് ചോദിക്കുകയാ, എനിക്കൊരാഗ്രഹമുണ്ട്, ഒന്ന് സാധിച്ചു തരുമോ? എന്താണ് മൈമൂന? എന്താണ് മൈമൂന? റബിയ, അല്ലാഹുവിന്റെ ഖുർആനൊന്ന് ഓതുവോ റബിയ? നിങ്ങളുടെ നാവ് കൊണ്ട് ഖുർആൻ ഓതുന്നത് കേൾക്കാനുള്ള കൊതി കൊണ്ടാ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാര് തന്റെ പുതുമണവാട്ടിക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാ. ഏത് സൂറത്തെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا. ഈ സൂറത്ത് ഇങ്ങനെ ഓതുകയാ, മണവാട്ടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഓതിയോട് ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്തിന്ന് എത്തുമ്പോ രണ്ടുപേരും കരയുകയോ തളർന്നു വീഴുകയോ. മൈമൂന പറയുന്നു റബിയ ഒന്നുകൂടെ ഓട് റബിയ, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന, ഈ ആയത്തോടാ എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന. രണ്ടുപേരും കിടന്ന് തുടയുകയാണ്. നരകവാസികളെ വലിച്ചടച്ചു കൊണ്ടുവരുന്ന രംഗമാണ്. അവിടെ നിന്ന് മൈമൂന യാചിക്കുന്നു റബിയ, ഒരിക്കൽ കൂടെ ഒന്ന് ഓത് റബിയ. അവിടെ നിന്ന് ഓതുകയാണ് ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ദാ ഉസ്സതി വഅദാബൻ അലീമാ. പിന്നെ മൈമൂന എഴുന്നേറ്റില്ല ഉമ്മ. സീരിയൽ കണ്ടിട്ട് കരയുന്ന പെങ്ങള് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരറ്റായത്ത് കേട്ടപ്പോ നെഞ്ചു പൊട്ടികത്ത് മരിച്ചുപോയി പെങ്ങള്. അതുകൊണ്ട് പെങ്ങള് അല്ലാഹനെ പേടിച്ച് ജീവിച്ചോ, അല്ലാഹനെ പേടിച്ച് ജീവിച്ചോ, നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ ചെയ്തോ, എങ്കിലേ നീയും നിന്റെ കുടുംബവും നന്നാവും. അല്ലാഹു നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങളിൽ നല്ല കുടുംബങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എഴുന്നേൽക്കുക, മുന്നിലേക്ക് വരിക, ഒരു നല്ല കാര്യം പറയാം, ദുആ ചെയ്ത് പിരിയാം. ബിസ്മില്ലാഹ്. എളുപ്പവാ, പെട്ടെന്ന് തിരുവള്ളം കഴിഞ്ഞു. എഴുന്നേറ്റോ, എളുപ്പം കഴിഞ്ഞു. ബിസ്മില്ലാഹ്. പെട്ടെന്ന് കഴിഞ്ഞു. കൂടി സലാത്ത് സല്ലല്ലാഹു തിരിച്ചു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാർ. പെട്ടെന്ന് പുറത്തേക്കണ ചങ്ങായിമാരൊക്കെ കേറ്, ഇല്ലെങ്കിൽ പോ. ഒന്നി നീ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ അകത്ത് കയറ്, ഇല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൊക്കോ, അവിടെ നിൽക്കരുത്. ഒന്നീ കിസ്റ്റ് കണ്ണിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഒന്നീ നീ സ്വർഗത്തിൽ കയറി നിൽക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് പൊക്കോ. അല്ലാഹു കാക്കോമാറാകട്ടെ, അല്ലാഹു കാക്കോമാറാകട്ടെ. പെട്ടെന്ന് ഇങ്ങോട്ട് കയറി. എല്ലാത്തിനും ഇന്നും കൂടെ കാണാൻ പറ്റുമോ? ഒന്നി നിങ്ങൾ എന്നെ ഇന്ന് കണ്ടോണം, ഇനി ചിലപ്പം കാണാൻ പറ്റണമെന്നില്ല, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ എനിക്കിപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. ആരായാലും നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. അല്ലാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. പെട്ടെന്ന് കയറി ഇൻഷാ അല്ലാഹ്.
എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു നല്ല കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു നല്ല കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും പുണ്യ നബിയെ സ്വപ്നം കാണാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കാണാൻ ആഗ്രഹമുണ്ടോ? കയ്യൂക്ക് ആഗ്രഹമുള്ളവർ നബിയെ കാണാൻ അൽഹംദുലില്ലാഹ് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഒരായത്തോതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത്, ഇതേ ഒരായത്ത് നിങ്ങൾ എല്ലാ ദിവസവും ഓതിയ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് കാണാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ ഒന്നും കൂടെ ഓതിക്കൂടെ, ഉറക്കപ്പറ, ഓതിക്കൂടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് ഇവർക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹം. ഇപ്പോൾ 2-3 പെൺകുട്ടികളെ, യതീമായ മക്കളെ കെട്ടിച്ചു കൊടുക്കണം, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം, അതാണ് ആഗ്രഹം. എത്ര പവൻ കിട്ടിയപ്പോൾ? 12 പവൻ സ്വർണ്ണം. അപ്പോൾ 2 പെൺകുട്ടികളെ കെട്ടിക്കാൻ, ഒരു പെൺകുട്ടിക്ക് 5 പവൻ കേട്ടാ, ഒരു പെൺകുട്ടിക്ക് 5 പവൻ. അപ്പോൾ 2 പവൻ 2 പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളത് കിട്ടി. ഇൻഷാ അല്ലാഹ് ഒരു കുട്ടിയുടെ കെട്ടിക്കണം, 5 പവൻ വെച്ച് കൊടുക്കണം. അത് പരസ്യമായിട്ടൊന്നും കൊടുക്കരുത്. ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് പള്ളിയിലെ ഇമാമിൻ്റെ കൈ കൊടുക്കാം, അവർ കൊടുത്തോളും. അല്ലാതെ അവരെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി നാണമൊന്നും കെടുത്തരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ് 365 ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. അടുത്ത കൊല്ലം വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അടുത്ത കൊല്ലം ഈ ഇതുപോലൊരു വയല് വെച്ചിട്ട് ആ വയലിൽ ഇൻഷാ അല്ലാഹ് ഈ നാട്ടിലെ 3 പെൺകുട്ടികളാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അൽഹംദുലില്ലാഹ് ആ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കണമെന്ന്, 5 പവൻ വെച്ച് കൊടുക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാൻ നിങ്ങളോട്, എനിക്ക് 1 പവനും 1/2 പവനൊന്നും വേണ്ട. ഞാൻ പാവപ്പെട്ടവൻ. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും പ്രതിഫലം കിട്ടണമെന്ന എൻ്റെ ആഗ്രഹം. അള്ളാഹു എല്ലാവരുടെയും പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനൊരു ചെറിയ സദക്ക നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ആരെങ്കിലും തന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആരെങ്കിലും ആ ഒരു ചെറിയ സദക്ക കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? 3 പ്രതിഫലം ദുനിയാവി പറഞ്ഞുതരാം. 1, ഇന്നത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം, നിങ്ങളുടെ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിന്റെ മക്കളെ നന്നാക്കും, നിന്റെ ഭാര്യയെ നന്നാക്കും, പെങ്ങളുടെ ഭർത്താവിനെ എല്ലാവരെയും നന്നാക്കി നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം അള്ളാഹു തരും. 2, നിന്റെ മക്കൾ കാരണം നിനക്ക് കരയേണ്ടി വരില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. നിന്റെ മക്കൾ കാരണം നിനക്ക് ഇന്നത്തെ മക്കൾ കാരണം വല്ലാത്ത അവസ്ഥയാ. പടച്ചോനെ, മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ, ഉമ്മാനെ തല്ലുന്ന മക്കൾ, വാപ്പയെ തല്ലുന്ന മക്കൾ. അല്ലാഹുവേ, കിളിമാനൂര് ഒരു ഉമ്മ, ഒരു പ്രായം ചെന്ന ഉമ്മ, ചെവിയിലൂടെ രക്തം വരുന്നു. എന്തേ ഉമ്മ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ 2 ആമക്കളും ഒരു പെൺകുട്ടി. പെണ്ണുമോളോട് വല്ലാത്ത സ്നേഹം, മകളെ വിവാഹം കഴിച്ചു കൊടുത്തു. മക്കൾക്ക് 2 പേർക്കും കൂടെ അടിയുണ്ടാക്കിയിട്ട് സ്വത്ത് മുഴുവനും വിഹിതം വെച്ചു. അവസാനം തൻ്റെ പെറ്റുമ്മാന്റെ ചെവിയിൽ 2 കമ്മലുണ്ടായിരുന്നു. ഉമ്മാന്റെ ചെവിയിൽ 2 കമ്മലുണ്ടായിരുന്നു. അത് ഉമ്മ തൻ്റെ മോക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഊരിയെടുക്കാൻ നിന്നില്ല. ഉമ്മാന്റെ ചെവിയിൽ നിന്ന് തൻ്റെ പൊന്നുമോൻ വലിച്ചു പറിച്ചെടുത്തു. അല്ലാഹുവേ, ഉമ്മാന്റെ ചെവിയിലൂടെ. ഇങ്ങനത്തെ മക്കളുടെ കാലം, സ്വന്തം ഉമ്മാനെ മക്കൾ കൊല്ലുന്ന കാലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളെ കൊണ്ട് നമുക്കെന്ത് ഉപയോഗമാപ്പാ? ഈ ജീവിതത്തിന്റെ അവസാനം വരെ ഞാനും നിങ്ങളും കഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയാ. ഏത് മക്കൾക്ക് വേണ്ടിയാപ്പാ? ഉസ്താദേ, എൻ്റെ മോൻ. അമ്മ, ഞാനും നിങ്ങൾ ഈ ജോലിയും കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ മക്കളെ വളർത്താനാ. ഏത് മക്കളെ? എന്ത് ഗുണമുള്ള നമ്മുടെ മക്കളെ കൊണ്ട് നമുക്കെന്ത് പ്രയോജന? പാപ്പ, ഞാൻ നിന്നെ ചോദിക്കട്ടെ പാപ്പ, ഈ പറയുന്ന നിന്റെ ഈ മോനോട് നീ തന്നെ ചോദിക്ക്, നീ മരിച്ചാ നിന്റെ മയ്യത്തെങ്കിലും കുളിപ്പിക്കും? ഇത്രയും കാലം ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തുന്നില്ല നമ്മളൊക്കെ. അപ്പൊ നീ മരിച്ച ഈ പറയുന്ന മോൻ നിന്നെ കുളിപ്പിക്കൂ?
സ്വന്തം ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയണ എത്ര മക്കളുണ്ട്. നിന്നെ കുളിപ്പിക്കാൻ എടുത്ത് വെക്കുമ്പോൾ നിന്റെ മോനിങ്ങനെ തെണ്ട് എൻ്റെ ഉപ്പാനെ എടുത്ത് കടത്തിയിട്ടുണ്ട്, ആരെങ്കിലും ഉണ്ടോ കുളിപ്പിക്കാൻ? ഇവന് വേണ്ടിയാ നമ്മൾ കഷ്ടപ്പെടുന്നേ. പള്ളി കൊണ്ടുവെക്കുമ്പോൾ ഇവിടുത്തെ ഖതീബിന്റെ കൈ പിടിച്ചിട്ട്, ഉസ്താദേ ഞാൻ നിസ്കരിക്കാൻ, നിങ്ങൾ പുറകെ നിൽക്കുന്ന പറയുന്ന ഒരെണ്ണം ഉണ്ടോ? അപ്പൊ നീ കഷ്ടപ്പെട്ട് വളർത്തുന്ന മക്കളെ ഒരുത്തനെങ്കിലും നിന്റെ മയ്യത്ത് നിസ്കരിക്കോ? ഇമാമത്തിക്ക് അറിയോ? പള്ളിക്കാട്ടിൽ നിന്റെ ഖബറിന്റെ ചാരത്ത് വന്നിട്ടൊരു യാസീൻ ഓതി ദുആ ചെയ്യാൻ നിന്റെ മക്കൾക്ക് അറിയോ? അറിയുമെങ്കിൽ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ വെറുതെയായി ജീവിതം. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് വെറുതെ ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച ആയുസ് കളയാതെ, വെറും ATM-കളായി മാറാതെ നിനക്കൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്തു പോയി. അള്ളാഹു നമുക്ക് നീമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത് അള്ളാഹു തരുന്ന പ്രതിഫലം നിന്റെ മക്കൾ അള്ളാഹു നന്നാക്കി തരും. മൂന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിന്റെ വീട് കാണാൻ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ മലക്ക് വരും. ജീവിതത്തിൽ ഒരിക്കൽ പോലും തെറ്റ് ചെയ്യാത്ത 24 മണിക്കൂറും ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അള്ളാന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകള് ഇന്ന് രാത്രി നിന്റെ ഭവനം കാണാൻ വരും. അള്ളാഹു അങ്ങനെയുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ വാപ്പമാരോട് പറയാ, പരീക്ഷ കഴിഞ്ഞു മക്കളെയൊക്കെ കറങ്ങാനും സുഖിക്കാനും വിടാതെ എവിടെങ്കിലൊക്കെ പഠിക്കാൻ വിട്. അള്ളാഹുവിന്റെ ഖുർആനൊക്കെ പഠിപ്പിക്കും മക്കളെ. ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ, ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങൾ. ഖുർആൻ പഠിപ്പിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ട്. എവിടെങ്കിലൊക്കെ വിട്ടിട്ട് നിനക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക, നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിക്കുക, മയ്യത്ത് നിസ്കരിക്കാനെങ്കിലും പഠിപ്പിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരുപാട് മുത്തഅല്ലിമീങ്ങളായ മക്കളൊക്കെ നിൽക്കണം. എത്ര വലിയ ഭാഗ്യവാര അവരുടെ മാതാപിതാക്കൾ. അവരുടെയൊക്കെ മാതാപിതാക്കൾ എത്ര വലിയ ഭാഗ്യമാരാ. ഹാഫിളീങ്ങളും ആലിമീങ്ങളുമായി മക്കൾ. അള്ളാഹു അവരുടെയൊക്കെ ശരീരത്ത് തൊടണമെങ്കിൽ ഒതു കൊടുക്കണം. വാപ്പ ഖുർആൻ പഠിച്ചിരിക്കുന്ന ഒരു കുട്ടിയുടെ ശരീരത്ത് തൊടണമെങ്കിൽ ഒതു കൊടുക്കണം. വേറെ എന്തുണ്ട്? പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു മകനെ തൊടണമെങ്കിൽ ഒതു കൊടുക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയണേ. അവനെ കബറി കൊണ്ടുവച്ചാൽ പുഴുക്കളൊന്നും തിന്നൂല. 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം. മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് വയലിലൊക്കെ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ മക്കളെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയും? എൻ്റെ മോൻ ഇപ്പോഴും 3.5 വയസ്സേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും ദുആ ചെയ്യും അവനെ ഹാഫിളാക്കാൻ. കാണുന്നവരോടൊക്കെ പറയും. പലരും ചോദിക്കും, ഉസ്താദേ ഖുർആൻ പഠിക്കില്ല, 3.5 വയസ്സേ ആയുള്ളൂ. ഞാൻ എൻ്റെ വാപ്പാൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ ഒരു പെണ്ണ് പള്ളിയുടെ ഗേറ്റിൽ നിൽപ്പോണ്ട് ഒരു ബാഗും പിടിച്ചിട്ട്, ഉസ്താദേ എൻ്റെ മകനെ കാണുന്നില്ല ഉസ്താദേ, സിയാറത്തിന് പോയി ഒന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാനിങ്ങനെ പള്ളിക്കാട്ടിൽ പോയി നോക്കി, ആരെയും കണ്ടില്ല. ഞാൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇത്ത അവിടെ ആരുമില്ല. ഇല്ല ഉസ്താദേ, എൻ്റെ മോനുണ്ട്. 10-13 വയസ്സ് വരും, 11-12 വയസ്സ് വരും, ചെറിയ മകൻ. അവൻ കോളേജിൽ നിന്ന് പഠിക്കുക, ഹിഫ്ള് പഠിക്കുക, 17 ജുസു കാണാതെ പിടിച്ചു. അവൻ കോളേജ് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് കോളേജിലേക്ക് പോകാം. അപ്പോൾ ഒന്ന് മരിച്ചുപോയ വാപ്പാനോട് സലാം പറയാൻ വന്നതാ. ബസ് വരാനൊക്കെ സമയമായി ഉസ്താദേ, ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. ഞാനിങ്ങനെ പള്ളിക്കാട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ മകൻ വെള്ള ജുബ്ബയും തൊപ്പിയൊക്കെ ധരിച്ചിട്ട് അവനവൻ്റെ വാപ്പാടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ദുആ ചെയ്യാ. ഞാൻ പറഞ്ഞു, മോനെ നിന്റെ വാപ്പ വിളിക്കുന്നു, ഉമ്മ വിളിക്കണു, പെട്ടെന്ന് പോകാൻ പറഞ്ഞു. ഈ കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ വാപ്പാന് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമെന്ന് വെച്ചു. ഒരു ചെറിയ ദുആ ചെയ്താൽ മതി ഉസ്താദേ, ചെറിയ കുട്ടിയല്ലേ. ഞാൻ അവിടെ നിന്നു ഫാത്തിഹ ഓതി സൂറത്ത് ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ ദുആ ചെയ്യ. കാരണം 17 ജുസു അവൻ കാണാതെ പഠിച്ചു. അവൻ്റെ വാപ്പയില്ലേ കബറി കിടക്കണേ. ഞാൻ പറഞ്ഞു, നീ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, നീ ദുആ. ഇല്ല ഉസ്താദേ, നിങ്ങൾ ചെയ്യും. എന്നെ നിർബന്ധിച്ചു. അവസാനം ഞാൻ അവിടെ നിന്ന് ദുആ ചെയ്യാൻ തുടങ്ങി. അവൻ കരയാനും തുടങ്ങി. കരച്ചിലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കരയണ പോലൊന്നും അല്ല. നമ്മുടെ ഉമ്മായും വാപ്പായും മരിച്ചാൽ പോലും നമ്മൾ അങ്ങനൊന്നും കരയില്ല. ആ കുഞ്ഞിങ്ങനെ കരയുക. ഞാൻ ദുആ ചെയ്തു, പടച്ചവനെ ഈ മോൻ്റെ വാപ്പാടെ ഖബറിനകത്ത് നീ സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അവൻ വാപ്പാന്ന് വിളിച്ചുകൊണ്ട് ഖബറിൻ്റെ മുകളിൽ അങ്ങ് വീണു. പടച്ചവനെ ഏങ്ങി കരയുക. ശ്വാസം വിടുന്നില്ല. ഞാൻ അവനെ പൊക്കിയെടുത്തു, ദുആയൊക്കെ നിർത്തി. അവനിങ്ങനെ പൊക്കിയെടുക്കുമ്പോ ശ്വാസം തന്നെ കിട്ടണില്ല. ഈ കുഞ്ഞിങ്ങനെ ഞാൻ പേടിച്ചുപോയി. ശ്വാസം നിന്നുപോന്നു. അവന്റെ കണ്ണീന്ന് വീഴുന്ന കണ്ണുനീര് അവന്റെ വാപ്പാടെ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ വീഴാ. അവസാനം അവന്റെ കരച്ചിൽ നിർത്താൻ ഞാൻ പറഞ്ഞു, മോനെ നീ കരഞ്ഞ നിന്റെ വാപ്പയും ഖബറിനകത്ത് കിടന്ന് കരയടാ. ആ മനുഷ്യനെ എന്തിനാ നീ കരയിക്കണേ?
നിന്റെ ഉപ്പ നീ കരയുന്നത് കാണുന്നുണ്ട്. ഉപ്പ കബറിനകത്ത് കിടന്ന് കരയുമെന്ന് ചോദിക്കുമ്പോ ആ കുഞ്ഞെന്നോട് ചോദിക്കുക, കരയൂ ഉസ്താദേ? കരയും മോനെ. ഉടനെ കണ്ണീര് തുടയ്ക്കുക, ഞാൻ കരയില്ല ഉസ്താദ്, എൻ്റെ വാപ്പ കരയാൻ പാടില്ല, എൻ്റെ ഉപ്പ കരയാൻ പാടില്ല. കയ്യിൽ പിടിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോ അവൻ തിരിഞ്ഞവന്റെ വാപ്പാടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് പറഞ്ഞു, വാപ്പാ ഞാൻ പോവാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് ഖുർആൻ മുഴുവനും പഠിക്കണം, എനിക്ക് എൻ്റെ ഉപ്പാനെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, ദുആ ചെയ്യണേ. മരിച്ച് കബറിനകത്ത് കിടക്കുന്ന വാപ്പയോട് പറഞ്ഞിട്ട് സലാം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോ കൊതി തോന്നി, അതുപോലെ ഒരെണ്ണം എനിക്കും വേണമെന്ന്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നമ്മളും കഷ്ടപ്പെട്ടു വളർത്തുന്നവൻ തിരിഞ്ഞു നോക്കൂലല്ലോ ദുആ ചെയ്യണ പോയിട്ട്. പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ സിയാറത്ത് ചെയ്യുന്നത് പോയിട്ട്, യാസീൻ ഓതുന്നത് പോയിട്ട്, അസ്സലാമു അലൈക്കും യാ അബി എന്ന സ്ഥലം വാപ്പാന്റെ കവർ അറിയാത്ത മക്കളുണ്ടല്ലോ. സ്വന്തം ജന്മം കൊടുത്ത വാപ്പാന്റെ കബർ എവിടാ, ഉമ്മാന്റെ കബർ എവിടാ, തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന മക്കളുണ്ട്.